ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ലിങ്ക്ഡിൻ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നമുക്കിങ്ങനെ നമ്മുടെ ഗിഗോ അല്ലെങ്കിൽ മറ്റ് നിങ്ങളുടെ ഏതൊരു ബിസിനസ്സും എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം, അതിൻ്റെ ഗ്രൂപ്പും മറ്റു കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഏകദേശം ഒരു ആഴ്ചയായി ഞാൻ വീഡിയോ ഇട്ടിട്ട് മറ്റുള്ള കുറച്ച് വർക്കുകളായിട്ട് ബിസി ആയിരുന്നു. പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഒരു ഗിവ് അവേ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിരുന്നു. അതിൻ്റെ റിസൾട്ടും ചെയ്യാൻ എനിക്ക് ടൈം കിട്ടിയില്ല. ഈ ആഴ്ച തീർച്ചയായിട്ടും ആ ഗിവ് അവേ വിന്നറിനെ സെലക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുവരെ അതിൽ എൻട്രി ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഇപ്പോഴും ആ വീഡിയോ ഓപ്പൺ ആണ്, നിങ്ങൾക്ക് എൻട്രി ചെയ്യാം. അതിലെ കാര്യങ്ങളെല്ലാം അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ലിങ്ക്ഡിനിൽ എങ്ങനെ നമ്മളുടെ ഒരു പ്രൊഫൈൽ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതിനൊക്കെ കുറിച്ചൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക. അതേ രീതിയിൽ നിങ്ങൾ നല്ല രീതിയിലൊരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇതെൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈലാണ്. ഇതിൽ നിന്ന് ഞാനിപ്പോൾ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് വർക്ക് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. ചെയ്യുമ്പോൾ തന്നെ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞ് ഒരു ഐക്കൺ കാണാൻ സാധിക്കും, അതിൽ പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സെർച്ച് ബോക്സിൽ പോയിട്ട് ഗ്രൂപ്പ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും ഒരു കീവേഡ് നിങ്ങൾ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണമെങ്കിൽ നമുക്ക്. ഓക്കെ, ഡിജിറ്റൽ മാർക്കറ്റിൽ നിന്ന് നിങ്ങൾ ഗ്രൂപ്പ്സ് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ്സ് സെലക്ട് ചെയ്യുമ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ എല്ലാ ഗ്രൂപ്പുകളിലും നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത ഒരുപാട് ഗ്രൂപ്പുകളുടെ അഡ്രസ്സുകൾ ഞാൻ എൻ്റെ ബ്ലോഗിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ഏകദേശം ഇതുപോലെ ആയിരിക്കും ആ പേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, ഇതിൽ ഓരോ ടെക്സ്റ്റ് വൈസ് ആയിട്ട് ഞാൻ ഓരോ ഗ്രൂപ്പ് ലിങ്കും, ഇത് നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ഗ്രൂപ്പുകളാണ്. പിന്നെ ഓൾറെഡി ഉള്ള ഗ്രൂപ്പുകളാണ് ഇതെല്ലാം. ഇതിലെല്ലാം മുഖേനയാണ് ഞാൻ സാധാരണ ഫ്രീലാൻസിങ് ആഡുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആഡുകളെല്ലാം പോസ്റ്റ് ചെയ്യാറുള്ളത്. എല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളിതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഗ്രൂപ്പിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, എല്ലാത്തിനും ഒരേ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഈ ഒരു ബ്ലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇതിൽ മാക്സിമം എല്ലാ ഗ്രൂപ്പുകളിലും നിങ്ങൾ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തതിന് ശേഷമുള്ള കാര്യമാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ വീണ്ടും വർക്ക് അത് കഴിഞ്ഞിട്ട് ഗ്രൂപ്പ്സിൽ പോവുകയാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഉള്ള ഗ്രൂപ്പുകളെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ഓൺലൈൻ വർക്ക് ഫ്രോം ഹോം ആൻഡ് ഫ്രീലാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രൂപ്പ് ഉണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. നിങ്ങളാകെ ചെയ്യേണ്ടത് ഇതിൽ ജോയിൻ ചെയ്യുക. ഇപ്പോൾ ഞാൻ ഓൾറെഡി ജോയിൻഡ് ആണ് ഈ ഗ്രൂപ്പിൽ. ഇതിലൊരു ജോയിൻ ബട്ടൺ കാണും, അതിൽ ജോയിൻ ചെയ്യുക. അതിനുശേഷം ഇവരുടെ റൂൾസ് അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് റൂൾസ് നിങ്ങൾ തീർച്ചയായിട്ടും വായിച്ചു നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഡുകളൊന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല എല്ലാ ഗ്രൂപ്പിലും. അപ്പോൾ ഗ്രൂപ്പ് റൂൾസ് അനുസരിച്ച് മാത്രം നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഗ്രൂപ്പുകളിലെല്ലാം നമുക്ക് ഏത് ഗിഗ് വേണമെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ലോക്കൽ ബിസിനസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് അതിൻ്റെ ആഡോ നിങ്ങളുടെ വെബ്സൈറ്റ് അഡ്രസ്സ് എന്ത് വേണമെങ്കിലും ഇതിൽ പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ സാധാരണ രീതിയിൽ ഞാനിപ്പോൾ ഫൈവർ ഗിഗ് എല്ലാം പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പോകുന്നത് ഫൈവറിൽ ഗിഗ്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ പോകും. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഗിഗ്സ് ഏറ്റവും മുകളിൽ. അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻ കിട്ടും. ദെൻ ഇവിടെ വന്നിട്ട് പ്രിവ്യൂ എടുക്കുക. ഓക്കെ, പ്രിവ്യൂ. ഇനി നമ്മളാകെ ചെയ്യേണ്ടത് ഇതുപോലെ ഐ വിൽ ഡിസൈൻ ദിസ്, ഈ ഒരു ടൈറ്റിൽ, നിങ്ങളുടെ ടൈറ്റിൽ ഏതാണെന്ന് വെച്ചാൽ ആ ഒരു ടൈറ്റിൽ കോപ്പി ചെയ്യുക. വീണ്ടും ഗ്രൂപ്പിലേക്ക് വരെ നമ്മൾ സെലക്ട് ചെയ്ത ഗ്രൂപ്പിൽ വന്നിട്ട് സ്റ്റാർട്ട് എ കോൺവേഴ്സേഷൻ കൊടുക്കുക. ഇവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും മുകളിൽ കാണുന്ന ആ ഒരു ലിങ്ക്, ഫൈവർ ലിങ്ക് കോപ്പി ചെയ്യുക. വീണ്ടും ഇവിടെ വരിക, പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഗിഗ് ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വേണം നിങ്ങൾ ഇതിൽ പോസ്റ്റ് ചെയ്യാൻ. ഇപ്പോൾ ചില ഫൈവർ ഗിഗിൻ്റെ ഇമേജുകൾ ഇതിൽ ഓട്ടോമാറ്റിക് വരാത്ത സമയത്ത് നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി ഇതിൻ്റെ ഇമേജ് നിങ്ങളുടെ സിസ്റ്റത്തിലുണ്ടെങ്കിൽ, അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് ഒരു സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. ഇപ്പോൾ ഈ ഒരു ഇമേജിൻ്റെ സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ എടുക്കാം. ഫോട്ടോഷോപ്പോ അല്ലെങ്കിൽ ഇതുപോലെ താഴെ കാണുന്ന ഫ്രീ സ്നിപ്പെറ്റ് ടൂൾ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, അത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും. ഓക്കെ, അതിനുശേഷം ഫോട്ടോഷോപ്പ് ആണെങ്കിൽ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്ത് ഒരു ന്യൂ ഫയൽ എടുത്ത്, ഇപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇമേജ് ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഒരു കോപ്പി എവിടെയെങ്കിലും സേവ് ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗിഗ് ഇമേജ് ഉണ്ടെങ്കിൽ നിങ്ങളിതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഫൈവറിൽ മാത്രമുള്ളൂ, ഫൈവറിൻ്റെ ഗിഗ് പോസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമുള്ളൂ ഈ ഒരു ഇമേജ് പ്രശ്നം. നിങ്ങൾക്ക് മറ്റേതെങ്കിലും സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ വെബ്സൈറ്റ് ഇതുപോലെ പ്രൊമോട്ട് ചെയ്യാം. അതെല്ലാം ഞാൻ കാണിച്ചു തരാം 1 by 1 ആയിട്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കാണിച്ചു തരുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ ഹാഷ് ടാഗുകൾ ആഡ് ചെയ്യുക. ഇപ്പോൾ ഞാനിപ്പോൾ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള ഗിഗാണ് ഇതിൽ പ്രൊമോട്ട് ചെയ്യുന്നത്.
അതിനു വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു ഹാഷ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഹാഷ്ടാഗുകൾ കൊടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ താഴെ ഓട്ടോമാറ്റിക്കായിട്ട് കുറേ ഹാഷ്ടാഗുകൾ വരും. അതെല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എത്ര ഹാഷ്ടാഗുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. ഇനി ആകെ നിങ്ങൾ ചെയ്യേണ്ടത് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ആയിരിക്കണം നിങ്ങൾ ഓരോ ഗ്രൂപ്പുകളിലും പോസ്റ്റ് ചെയ്യേണ്ടത്. ഇമേജ് ഇപ്പോൾ ഓട്ടോമാറ്റിക് ഇതിൽ ഫെച്ചായി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഇമേജ് ഞാൻ ഈ കാണിച്ചു തന്ന പോലെ സ്ക്രീൻഷോട്ട് എടുത്ത് കൊടുക്കുക. നിങ്ങളുടെ ഗിഗ് ഏതാണെന്ന് വെച്ചാൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റും മറ്റു കാര്യങ്ങളും ഇതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, നിങ്ങൾക്ക് അതിൽ ആഡ് ഉണ്ട്, മറ്റു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതും ഇതുപോലെ തന്നെ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ എൻ്റെ ഒരു വെബ്സൈറ്റ് ഈ ഒരു ലിങ്ക് തന്നെ ഞാനിപ്പോൾ പ്രൊമോട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഈ ഒരു പേജ് ലിങ്ക് ഞാനിപ്പോൾ പ്രൊമോട്ട് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആകെ നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് മുകളിൽ നിന്ന് കോപ്പി ചെയ്യുക, ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലേക്ക് ഇതുപോലെ പോവുക. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ വേണമെങ്കിൽ നമുക്കിത് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഒരു ഗ്രൂപ്പ് എടുക്കുകയാണ്. ഇതിലിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആ വെബ്സൈറ്റിൻ്റെ ടൈറ്റിലും അതുപോലെ തന്നെ ആ പോസ്റ്റ് ടൈറ്റിലും അതുപോലെ തന്നെ ലിങ്കുമാണ് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാൻ ആ ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. ഇനി ആ ഒരു ടെക്സ്റ്റ് ഹൗ ടു പ്രൊമോട്ട് യുവർ ബിസിനസ് ത്രൂ ലിങ്ക്ഡിൻ എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റും കൂടി ഞാൻ കോപ്പി ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ വെബ്സൈറ്റെല്ലാം നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ വെബ്സൈറ്റിൻ്റെ മുകളിൽ കൊടുത്ത ഇമേജ് ഓട്ടോമാറ്റിക് ഇതിൽ ഫെച്ചായിട്ട് വരും. അതായത് ഇപ്പോൾ വെബ്സൈറ്റിൽ ഒരു പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഇമേജ് കൊടുക്കും. ഇപ്പോൾ ലിങ്ക്ഡിൻ എന്ന് പറയുന്ന ഒരു ഇമേജാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അത് ഓട്ടോമാറ്റിക് ആ ഗ്രൂപ്പ് പോസ്റ്റിൽ ഫെച്ചായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. താഴെ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാഷ്ടാഗ് ആഡ് ചെയ്ത് ഇതുപോലെ ഹാഷ്ടാഗ്സ് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ദെൻ പോസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ചില ഗ്രൂപ്പുകളിൽ ചിലപ്പോൾ അവർ ഇൻസ്റ്റൻറ്റ് അപ്രൂവൽ തരില്ല. കുറച്ച് ടൈമിന് ശേഷം ഓട്ടോമാറ്റിക് അപ്രൂവൽ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. പക്ഷേ ഞാൻ ഈ തരുന്ന ലിസ്റ്റിലുള്ള മിക്ക ഗ്രൂപ്പുകളിലും ഓട്ടോമാറ്റിക് അപ്രൂവലാണ്. നിങ്ങൾ പോസ്റ്റ് ചെയ്ത ഇൻസ്റ്റൻ്റായിട്ട് പോസ്റ്റ് അതിൽ അപ്രൂവൽ ആകും. ചില ഗ്രൂപ്പുകളിൽ മാത്രം ഒരു ദിവസം എടുക്കും പോസ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 2-3 ദിവസം കൂടുമ്പോൾ മാത്രം നിങ്ങൾ എല്ലാ ഗ്രൂപ്പിലും ഒന്ന് പോസ്റ്റ് ചെയ്താൽ മതി. ഡെയിലി പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഗിഗാണ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുണ്ടെങ്കിൽ ഒരു ദിവസം പോസ്റ്റ് ചെയ്യുക, അതിനുശേഷം 2 ദിവസം വെയിറ്റ് ചെയ്യുക, ദെൻ വീണ്ടും ഒരു ദിവസം പോസ്റ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുക. ഓവറായിട്ട് നിങ്ങൾ സ്പാം ഒന്നും ചെയ്യാൻ പാടില്ല. കാരണം ഗ്രൂപ്പിൽ നിന്ന് നിങ്ങളെ ബ്ലോക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഫേസ്ബുക്ക് ഗ്രൂപ്പ് പോസ്റ്റിങ്ങിനെയൊക്കെ കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ലിങ്ക്ഡിൻ ഞാനിപ്പോൾ ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 2-2.5 മാസം ആയിട്ടുള്ളൂ. പക്ഷേ നല്ല റെസ്പോൺസ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഏകദേശം 1.5 lakhs എബോവ് വർക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. ഏകദേശം 2 മാസമായിട്ടുള്ളൂ ഞാൻ ഇതിൽ പ്രൊമോഷൻ തുടങ്ങിയിട്ട്. അതും ഇത്തരം ഗ്രൂപ്പുകളിൽ മാത്രമേ ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് 2-3 ദിവസം കൂടുമ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നത് കാരണം അത്യാവശ്യം നമ്മുടെ പ്രൊഫൈലിൽ റീച്ചും കിട്ടുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ആളുകൾ നമ്മളെ കോൺടാക്റ്റും ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോൾ ഇന്ത്യൻ കമ്പനീസിൽ നിന്നൊക്കെ ലോക്കൽ വർക്കുകൾ ഇതുപോലെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ ആനിമേഷനൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ്ങോ അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ വർക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു സർവീസ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് CV ക്രിയേഷൻ, അതായത് ബയോഡാറ്റ ക്രിയേഷൻ ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടെങ്കിൽ, അതുമല്ലെങ്കിൽ ഇപ്പോൾ കണ്ടൻറ് റൈറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവരൊരു ഗിഗ് ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ ക്രിയേറ്റ് ചെയ്ത് ഇത് മുഖേന നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്താൽ നല്ല റെസ്പോൺസ് നല്ല ഓർഡറും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ കൂടുതലും ചെയ്യുന്നത് ആനിമേഷൻ വീഡിയോസാണ്. ഞാൻ ഇതിനു മുമ്പ് ചെയ്ത സംഭവങ്ങളൊക്കെയാണ് ഈ കണ്ടൻറ് റൈറ്റിംഗ് അതുപോലെ തന്നെ ഗ്രാഫിക് ഡിസൈനിങ് ഒക്കെ. അപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് വർക്കൊക്കെ ചെയ്യുന്ന ആളുകൾക്കും തീർച്ചയായിട്ടും ഈ ഒരു ഗ്രൂപ്പ് ലിസ്റ്റിംഗ് അല്ലെങ്കിൽ ഗ്രൂപ്പ് പോസ്റ്റിംഗ് ട്രിക്ക് ട്രൈ ചെയ്ത് നോക്കാൻ സാധിക്കുന്നതാണ്. അതുമല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഓൺലൈൻ എന്തെങ്കിലും റീസെയിലൊക്കെ ചെയ്യാൻ ഉള്ള ഒരു ബിസിനസ് ഉണ്ട്, അല്ലെങ്കിൽ ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ ഗ്രൂപ്പുകളെല്ലാം മുഖേന നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് നല്ല വരുമാനം ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫീൽഡ് ഏതാണെന്ന് വെച്ചാൽ ആ ഒരു കീവേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇൻ ഗ്രൂപ്പ്സ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനിഷ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഗ്രൂപ്പുകളും നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും. മാക്സിമം ഗ്രൂപ്പിലെല്ലാം നിങ്ങൾ ആഡ് ചെയ്യുക, അതിൽ ജോയിൻ ചെയ്യുക. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീക്ക്ലി 3 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ അത്യാവശ്യം റീച്ച് നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ഇപ്പോൾ ഒരു പ്രാവശ്യം പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വർക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ ഇത് ചെയ്യണം. ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് വർക്ക് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്.
എനിക്കിപ്പോൾ ഇന്ത്യയിൽ നിന്ന് തന്നെ പൈപ്പിംഗ് കമ്പനിയുടെ നല്ല ഒരു ഓർഡർ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അവരുടെ വർക്കാണ് ഞാൻ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് കുറച്ച് വോയിസ് ഓവർ ആർട്ടിസ്റ്റിന് ആവശ്യമുണ്ട്. ഇതിനു മുമ്പ് ഞാൻ ആഡ് ഇട്ടപ്പോൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, മെയിലും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കറക്റ്റ് ഒരു ആളെ എനിക്ക് പിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരുപാട് പേരൊന്നും സാമ്പിൾസ് അതിൽ അറ്റാച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു വീഡിയോ കൂടി ഞാൻ മിക്കവാറും ഇടുന്നതാണ് വോയിസ് ഓവർ ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ട്. നിങ്ങളുടെ സാമ്പിളും അതുപോലെ തന്നെ ഞാൻ ഒരു ചെറിയ സ്ക്രിപ്റ്റിൻ്റെ ഒരു പോർഷൻ തരാം. അത് നിങ്ങൾ റെക്കോർഡ് ചെയ്ത് എനിക്ക് അയച്ചു തരിക. അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആളുകൾക്കായിരിക്കും ജോബ് കിട്ടുന്നത്. ആദ്യത്തെ ജോബ് എന്ന് പറയുന്നത് 4 വർക്ക് ഉണ്ടാവും. ഇപ്പോൾ മലയാളം ഉണ്ട്, തമിഴ്, തെലുങ്ക്, കന്നഡ മുതലായ ഒരു 6-7 ലാംഗ്വേജസുകൾ ചെയ്യാനുണ്ട്. 4 വർക്ക് വീതമായിരിക്കും ലഭിക്കുന്നത്. ഒരു വോയിസ് ഓവർ ആർട്ടിസ്റ്റിനേക്കും സെലക്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ മലയാളത്തിന് ഒരാളെ, തമിഴിന് ഒരാളെ, അതുപോലെ തന്നെ മറ്റ് ലാംഗ്വേജസിന് ഓരോരുത്തരായിരിക്കും ഞാൻ സെലക്ട് ചെയ്യുന്നത്. ആദ്യത്തെ സ്റ്റേജിൽ 4 വർക്ക് മുഖേന നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കൂടി ഞാൻ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിൻ്റെ വർക്ക് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇംഗ്ലീഷ് വർക്ക് കഴിഞ്ഞു. അപ്പോൾ മറ്റ് ലാംഗ്വേജുകളിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ടാണ് അതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് തരുന്നത്. കുറച്ച് പോർഷൻ മാത്രം നിങ്ങൾ റെക്കോർഡ് ചെയ്ത് എനിക്ക് അയച്ചു തരിക. ഈ ഗ്രൂപ്പ് ലിസ്റ്റെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. എൻ്റെ ബ്ലോഗിൻ്റെ ലിങ്കാണ്. അതിൽ പോയിട്ട് ഓരോ ഗ്രൂപ്പും ഇതുപോലെ ഓപ്പൺ ചെയ്തെടുക്കുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ ഈ കാണിച്ചു തരുന്ന പോലെ ഗ്രൂപ്പുകൾ ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ ആഡുകൾ കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് സ്പാം ചെയ്യരുത്. ഓരോ ആഡും ഓരോ ദിവസമോ അല്ലെങ്കിൽ 2 ദിവസം ഇടവിട്ടൊക്കെ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഗ്രൂപ്പിൽ നിന്ന് ബ്ലോക്ക് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ലിങ്ക്ഡിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ കൂടി ചെയ്യുന്നത്. അപ്പോൾ ഇനി മുതൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ടാകും. അത്യാവശ്യം അതിൻ്റെ തിരക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ ഇനിയും പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സും എന്നെ വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.